പ്രണയബന്ധങ്ങളിൽ ചെറിയൊരു വിള്ളൽ വീണാലോ ചതിക്കപ്പെട്ടാലോ പണ്ടത്തെ പോലെ ആത്മഹത്യ ചെയ്യുന്നവരല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ. ജ്യൂസിൽ വിഷം കലർത്തി കാമുകനെ കൊലപ്പെടുത്തുന്ന യുവതികളുള്ള നാടാണിത്. കാമുകനോട് പകവീട്ടാൻ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കാനും കൊട്ടേഷൻ നൽകാനും അവർ മടിക്കില്ല. കോഴിക്കോട് നടക്കാവിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൻ്റെ അന്വേഷണം എത്തിയത് കാമുകിയിലേക്കാണ്. വയനാട് സ്വദേശി റമീസിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ പെൺസുഹൃത്തടക്കം 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്നാണ് പ്രതികളുടെ മൊഴി. അതേസമയം റമീസിനെതിരെയും പരാതിയുമായി പ്രതികൾ രംഗത്തെത്തി. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നടക്കാവ് ജവഹർ നഗർ കോളനിയിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെയാണ് വയനാട് സ്വദേശി റമീസിനെ വാഹനമടക്കം തട്ടിക്കൊണ്ടുപോയത്. പോലീസ് നടത്തിയ തെരച്ചിലിൽ ഉച്ചയോടെ കക്കാടംപൊയിലിൽ നിന്ന് റമീസിനെയും തട്ടിക്കൊണ്ടുപോയവരെയും കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ ഉറങ്ങുന്നതോടുന്ന് പെട്ടെന്ന് ഒച്ച കേട്ട് തല്ലുന്ന ഒച്ച കേട്ടപ്പോൾ എണീച്ച് വന്ന് നോക്കുമ്പോൾ എന്താ സംഭവം വെച്ചാൽ മുന്നിലെ വീട്ടിൽ കള്ളനിട്ടം കയറി വെച്ചിട്ടാണ് ഞാൻ എണീച്ച് പാഞ്ഞു വരുന്നത്. നോക്കുമ്പോൾ കണ്ടത് എന്താ വെച്ചാൽ വീട്ടിൻ്റെ മുന്നിലൊരു കാറ്. ആ കാറിനകത്ത് ഒരു ചെക്കനെ അടിച്ചു പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോകണം കാണുന്നത്. പിന്നെ ആ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചോപ്പ് ഷർട്ടിട്ട് ചെക്കൻ വന്ന് കാറെടുത്ത് ബാക്കോട്ട് പോരുമ്പോൾ അവിടെയൊക്കെ ഉരച്ചും കൊണ്ടാണ് പോയത്. ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടുന്ന് വേറൊരു കാറുണ്ടേനി, 2 വീലർ ഉണ്ടേനി എന്നൊക്കെ പറയുന്നത്. റമീസിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെട്ട 8 പേരായിരുന്നു തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. റമീസിന്റെ പെൺസുഹൃത്താണ് ഇയാളെ അവർ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് വിളിച്ചു വരുത്തിയത്. കുറ്റകൃത്യത്തിൽ യുവതിയുടെ പങ്ക് വ്യക്തമായതോടെ വയനാട് സ്വദേശി ഷഹാന ഷെറിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി. റമീസ് പ്രതികൾക്ക് ലക്ഷങ്ങൾ നൽകാനുണ്ടെന്നാണ് മൊഴി. നാട്ടിൽ ഐഫോൺ റമീസ് എന്നറിയപ്പെടുന്ന ഇയാൾ ദുബായിൽ നിന്ന് ഐഫോൺ ഇറക്കുമതി ചെയ്യാമെന്ന് പറഞ്ഞ പണം തട്ടിയെന്നാണ് പ്രതികളുടെ മൊഴി. പിടിയിലായ പ്രതികളിൽ ഒരാളായ അഭിരാമിന് 45 ലക്ഷം രൂപയും അബു താഹിറിന് 19 ലക്ഷം രൂപയും നൽകാനുണ്ട്. പ്രതികളിൽ ഒരാളുടെ ബന്ധുവിന്റെ മാല റമീസ് പണയപ്പെടുത്തിയിരുന്നു. പകരം കൊടുത്തത് മുക്കുബണ്ടമായിരുന്നെന്നും പ്രതികൾ മൊഴി നൽകി. കേസിലെ മറ്റു പ്രതികൾ തട്ടിക്കൊണ്ടുപോകാൻ സഹായം നൽകിയവരാണ്. തട്ടിക്കൊണ്ടുപോകൽ, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 കോഴിക്കോട്.